ഈ യാത്രയിൽ എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഉപനായകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞെന്താ അറിയും? അബുൽ അനാം, മനുഷ്യരുടെ പിതാവ്, മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞതൊന്നും പോരാ. അബുൽ ഐത്താം എന്ന് ചിലർ പറയും, അത് പോരാ. ചിലർ അബുൽ മസാക്കീൻ എന്ന് പറയും, അതൊന്നും പോരാ. എന്റെ അഭിപ്രായത്തിൽ അബുൽ അനാം എന്ന് പറയണം എന്നാണ്. അനാം ബശർ, മനുഷ്യ കുലത്തിന്റെ പിതാവ്. ഞാൻ വിചാരിച്ചു രണ്ടാം ആദന്റെ പേറ്റ വന്നോ. ആദൻ നബി അലൈഹി സ്വലാം അല്ലേ അബുൽ അനാം? അബുൽ ബഷർ, അബുൽ ബഷറിന്റെ പര്യായ പദമാണ് അബുൽ അനാം. അല്ല, ഇപ്പൊ ഏത് നാട്ടുകാരനാ? എടക്കൂതരെ ഇജന്റെ ബാലപ്പം ജാറ്റ് പരിപാടിയുടെ ചോമരൊന്നും വരച്ചോട്ടെ. ഇത്ര ബാലപ്പുണ്ടല്ലേ തലയിക്കെട്ടും താടി കിടക്കുന്ന നിക്കളെ കണ്ടാൽ മൊയിലാരറിയെങ്കിൽ നേരം വെളുത്ത ഒരു ചെങ്ങയും കാന്തപുരത്തിനെ തിന്നാണ്. എടെ ചെങ്ങയി അന്നെക്കൊണ്ടും വലിയ വലിയ ആളുകള് ഇവിടെ കത്തിയും വടിയും ബാളെടുത്ത് കൊലപാതകം കൊന്നുവരെ കാണിച്ചു കൊടുത്തു ഈ കാന്തപുരത്തിന്. എന്നിട്ട് അയാളെ ലക്ഷ്യം തെറ്റാതെ മുന്നിൽ നടന്ന മനുഷ്യനെ കാന്തപുരം. പിന്നെ അന്നപ്പൊരു ഓതള ഒരാന്തപ്പെട്ട ഒരു തൊലിച്ച് അയാളെ വെച്ച നടക്കണം. കാന്തപുരത്തിനെ പറ്റി ചന്ദ്രൻ കുതിര മനസ്സിലാക്കിയത് ഇടക്കിടക്കണ്ട് ഇച്ചിങ്ങനെ സ്റ്റേജുമ്പോ കാര്യം ഇങ്ങനെ വീടുന്നേക്കണ്ട. ഇടച്ചങ്ങ ഇസ്ലാംകാരും ഈമാങ്കാരും മാരിയാക്കാൻ കാര്യം അടിച്ച കാന്തപുരത്തിനെ വെല്ലുവിളിച്ചത്. അയാളെ സമ്മേളനം മിഞ്ഞാൻ നടന്നൊരു പരിപാടി കേരള യാത്ര, അതിന്റെ ഒന്ന് കണ്ടു. ഇതിനുള്ള സെറ്റിങ്സുകാരെ, ഈ പരിപാടിക്കുള്ള സെറ്റിങ്സുകാരെ അത്ര ഏത് ഈ പരിപാടി നിയന്ത്രിക്കുന്ന ഈ മൈക്ക സെറ്റിങ്സുകാരുണ്ടാവുമല്ലോ, ഓലത്ര ആളെ കൂട്ടം കഴിയാ കുതിര ഇറക്കും. എന്നിട്ട് ഓനടങ്ങിയ വിളിച്ചു പറയണ കാന്തപുരത്തിന്റെ കുറ്റം കുറവൊന്നുമില്ല. ഊസറും പുളിമാണം കുതിര കുറച്ചൊക്കെ അപ്പോഴൊക്കെ നടക്കുള്ളൂ. ഇജുവാന്റെ കുറച്ച് ആൾക്കാരുണ്ടായാലേ ജാപ്പറുടെ നിർത്തേ